السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وآله وصحبه أجمعين، أما بعد. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما يا رب العالمين. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നന്മയായി സ്വീകരിക്കുമാറാവട്ടെ. ഒരല്പസമയം ഇസ്ലാമിക ചരിത്രത്തിൽ കഅബ് ബിൻ മാലിക് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് നോമ്പിൻ്റെ തുടക്കത്തിൽ നമുക്ക് ചില ഗുണപാഠങ്ങൾ ലഭിക്കുമെന്ന നിലക്കാണ് കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹിജ്റയുടെ 26 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുകയും അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആദ്യ 70 പേരിൽ ഒരാളാവാനുമൊക്കെ ഭാഗ്യം ലഭിച്ച് 77ാമത്തെ വയസ്സിൽ ഹിജ്റ 51 മരണപ്പെട്ട കഅബ് ബിൻ മാലിക് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹു തആല കൊണ്ടുവരുന്നുണ്ട്. അതൊരു ബഹിഷ്കരണത്തിൻ്റെ, ഒരു ഒറ്റപ്പെടുത്തലിൻ്റെ കഥയായിരുന്നു യഥാർത്ഥത്തിൽ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തഖല്ലഫ്തു അൻ ഖിസ്സത്തി തബൂക്കിൻ, തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് പോകാതിരുന്ന ആളുകളിൽപ്പെട്ട ആളായിരുന്നു ഞാൻ. തബൂക്ക് എന്ന് പറയുമ്പോൾ ഹിജ്റ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് അവസാനം നേരിട്ടു പങ്കെടുത്ത ഒരു യുദ്ധമാണ് തബൂക്ക്. 778ഓളം കിലോമീറ്ററുകൾ മദീനയിൽ നിന്ന് യാത്ര തിരിച്ച് 50 ദിവസങ്ങൾ നീണ്ട ദിവസങ്ങൾ പിന്നിട്ടതാണ് തബൂക്കിൻ്റെ ചരിത്രം. ആ യാത്രയിൽ ഞാൻ പോയില്ല എന്നാണ് അദ്ദേഹം പറയണത്. നമ്മളങ്ങനെ വിചാരിക്കൂലേ, അത്ര ദൂരമൊക്കെ ആരാണെങ്കിലും എന്ത് ചെയ്യൂല, പോകൂല. തബൂക്ക് യുദ്ധത്തിന് പൊതുവെ പ്രധാനമായും പോവാതിരിക്കാൻ 6 കാരണങ്ങൾ പറയാറുണ്ട്. അതും പോയത് റജബിലാണെങ്കിലും തിരിച്ചു വരുമ്പോൾ റമളാനായിരുന്നു. ഇന്നൊരു റമളാനിലാണ് ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത്. മുഹമ്മദ് ഇബ്നു മസ്ലമ എന്ന സഹാബിയെ മദീനത്തെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് പോകുമ്പോൾ 30,000-ഓളം സഹാബത്ത് പോയിട്ടുണ്ട്. എത്ര ദൂരമുണ്ട്? 778 കിലോമീറ്റർ ദൂരമുണ്ട്. അതൊക്കെ വിട്ടോളി, 700 കിലോമീറ്റർ കൂട്ടിക്കോളി. 30,000 സഹാബത്ത് പോയിട്ടുണ്ട്. ഒരു മാർച്ചിൻ്റെ തുടക്കത്തിൽ നോമ്പായപ്പോൾ, ഒരൽപ്പം ചൂട് കൂടിയപ്പോൾ പ്രതിസന്ധി പറഞ്ഞ ആളുകളാണ് ഞാനും നിങ്ങളും. നമ്മുടെ മുൻഗാമികളെക്കുറിച്ചാണ്, പച്ചയായ മനുഷ്യരെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
അള്ളാഹു തആല തന്നെ ആ യുദ്ധത്തെ പറ്റി പറഞ്ഞത് ജയ്സുൽ ഉസ്റ, പ്രയാസത്തിൻ്റെ സൈന്യമെന്നാണ് പറഞ്ഞത്, ഞെരുക്കത്തിൻ്റെ സൈന്യമെന്നാണ് പറഞ്ഞത്. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസ്വാരില്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ, പ്രയാസത്തിൻ്റെ സമയം, ജയ്സുൽ ഉസ്റ എന്നാണ് പറയാം. അവിടെ പ്രധാനമായിട്ടും ഉണ്ടായത് ഒന്ന് കഠിനമായ ചൂടാണ് എന്നാണ്. ആ ചൂടത്ത് പോവാൻ നിൽക്കുന്ന ആളുകളെ നമ്മൾ മൂന്നായി തരംതിരിക്കാം. വിശുദ്ധ ഖുർആൻ അവരിൽ ഒന്ന് പറഞ്ഞത് മുനാഫിക്കുകളായ ആൾക്കാരെയാണ്. വമിമ്മൻ ഹൗലകും മിനൽ അഅറാബി മുൻഫിഖൂന വമിൻ അഹ്ലിൽ മദീന മറദ്ദു അലാ നിഫാഖിഹിം ലാ തഅലമുഹും നഅ്നു നഅലമുഹും സനുഅദ്ദിബുഹും മറത്തൈനി സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അലീം. അവരാണ് ഒന്നാമത്തെ വിഭാഗം ആൾക്കാർ. മുനാഫിക്കാണെന്ന് ഓൽക്കനെ മനസ്സിലായിട്ടില്ല, പക്ഷെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ പറ്റി മനസ്സിലായിട്ടുണ്ട്. അവർ പറഞ്ഞ കാരണം, മുനാഫിക്കുകൾ പറഞ്ഞ കാരണമാണ് നമ്മൾ തബൂക്കിന് പ്രശ്നമായി പറയണ ഒന്ന്. വലിയ ചൂടായിരുന്നു എന്ന് കാണാൻ പറ്റും. അവർ പറഞ്ഞ കാരണമാണ് വലിയ ചൂടായിരുന്നു. ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ് وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يعلمون. മുനാഫിക്കുകൾ പറഞ്ഞു, പോണ്ടട്ടോ, ഭയങ്കര ചൂടാണ്, കൊടുക്കണ്ടട്ടോ, ഒന്നുമില്ല എന്ന് പറഞ്ഞു മുനാഫി. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഓൾക്ക് എപ്പോഴും ചോദിക്കണ പണിയാണ് കൊടുക്കണ്ട, ഓൾക്ക് റമദാനായ ഇതാണ് പണി എന്നൊക്കെ പറയും. ഓലെ പ്രശ്നം എന്താ പറയുക? ഇതൊന്നുമല്ല, മുനാഫിക്കുകളാണെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട പോണ്ട എന്നൊക്കെ പറഞ്ഞു. അതിന് കാരണം എന്താ പറഞ്ഞേ? നാറു ജഹന്നമ അശദ്ദു ഹറ. അവർ പറഞ്ഞു ഭയങ്കര ചൂടാണ്. അപ്പം അല്ലാഹ് പറഞ്ഞു നരകത്തിലെ ചൂട് ഇതിനേക്കാൾ ഏറെയാണ്. ഈ ചൂടത്ത് പോണ മുഅ്മിനുകളില്ലേ, അവരെ കണ്ടപ്പോൾ അവരെന്താ ചെയ്തറിയോ? അവർ കളിയാക്കി. ഫൽയൽഹഖൂ ഖലീലാ വൽയബ്ഖൂ കസീറാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നിങ്ങൾ ചിരിക്കണ്ട, കളിയാക്കണ്ട, നിങ്ങൾ നാളെ കരയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഒന്ന് മുനാഫിക്കുകളാണ്. അവർ കാരണം പറഞ്ഞത് ചൂടാണ്. വേറെയും കാരണങ്ങൾ ഞാൻ പറയാം. രണ്ടാമത്തെ വിഭാഗം ആളുകളെ അലസത കൊണ്ട് മടിയോണ്ട് പോകാതെ എന്നതാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നപ്പോൾ അവർ നബിയോട് വന്ന് മാപ്പ് പറഞ്ഞു. കളവ് പറയുകയും ചെയ്ത ആളുകളാണ്. മാപ്പ് പറഞ്ഞവരുണ്ട്, കളവാണ്. വേറെ ചില ആളുകൾ ഒരു കാരണവും ബോധിപ്പിക്കാതെ മടിയാണെന്ന് സമ്മതിച്ച ആളുകളാണ്. പോരാത്തതിൻ്റെ കാരണം മടിയാണെന്ന് സമ്മതിച്ച അതിൽപ്പെട്ട ഒരാളാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. സത്യം പറഞ്ഞു. അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനത്തിൽ പറയാം. അപ്പോൾ ഒന്ന് നല്ല ചൂടാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് നല്ല ദീർഘയാത്ര ഉണ്ട്. ഞാൻ പറഞ്ഞു ഏകദേശം 778 700 ചില്ലാനും കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 50 കിലോമീറ്റർ അല്ലേ? അങ്ങനത്തെ എത്രണ്ണം വേണ്ടി വരും? അതും ഇന്ന് ബസ്സിലും കാറിലും ഒക്കെ പോകാം. അന്നൊരു പോയതും കൂടി ഞാൻ പറയാം, അപ്പം മനസ്സിലാവും. അത്രയും ദൂരം ഓല് പോയി. അങ്ങോട്ട് പോയാൽ മാത്രം പോരല്ലോ, ഇങ്ങോട്ടും പോരണ്ടേ? ഓല് അത്രയും ദൂരം പോയി. അപ്പോൾ ചില ആളുകൾ എന്താ പറഞ്ഞറിയോ? നബിയെ ഇത്ര ദൂരം അല്ലെങ്കിൽ ഞങ്ങൾ പോരാ. നമ്മളും ചിലപ്പോഴൊക്കെ അങ്ങനെ പറയലുണ്ട് അല്ലേ? ഓ ഭയങ്കര ദൂരാ, ഞാൻ ഒറ്റക്ക് ഇങ്ങോട്ടോ അങ്ങനെയൊക്കെ എന്നൊക്കെയാണ് പറയും നമ്മൾ. അപ്പോൾ ഈ പറയുമ്പോൾ നമ്മളിൽ പെടുമെന്നാണ് ആലോചിക്കേണ്ടത്. അവരെന്താ പറഞ്ഞറിയോ? ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലാ വജാഹിദൂ ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ് ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൂട്ടായിട്ടും ഒറ്റക്കും നിങ്ങൾ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടൊക്കെ നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താ പറഞ്ഞു അറിയോ മുനാഫിക്കുകൾ? ലൗ കാന അർളൻ കരീബ വസഫറൻ ഖാസിദാ ലത്തബഊക് വലാകിൻ ബഅദത് അലൈഹിം അശ്ശുഖ വസയഅലിഫൂന ബില്ലാഹി ലൗ ഇസ്തതഅനാ ലഖറജ്നാ മഅകും
യുഹ്ലികൂന അൻഫുസഹും വല്ലാഹു യഅലമു ഇന്നഹും ലകാദിബൂൻ. ലൗ കാന അർളൻ ഖരീബ, വിജയം അടുത്താണെങ്കിൽ, ഔ വസഫറൻ ഖാസിദ, ലക്ഷ്യമുള്ള ഒരു യാത്രയായിരുന്നുവെങ്കിൽ, അടുത്തായിരുന്നു യാത്ര എങ്കിൽ നബിയെ ഞങ്ങൾ പോരായിരുന്നു. ഇത്ര ദൂരമൊക്കെ പോയാലിപ്പോൾ വല്ലതും നടക്കുന്നു, ഇപ്പോൾ എന്താ ഉറപ്പ്? അതാണ് ഓല് പറഞ്ഞത്. അപ്പോൾ ദൂരം ഒരു പ്രശ്നമായിരുന്നു. മൂന്നാമത്തെ കാരണം നിങ്ങൾക്ക് വെള്ളം കിട്ടാനില്ല. ഇനി വെള്ളം പോകുന്നത് നമ്മൾക്ക് ആർക്കും ഒരു പ്രശ്നമല്ല അല്ലേ? ഏത് പള്ളിയിൽ ചെന്നാലും ഉണ്ടാവും കുറച്ച് വെള്ളം ആ പൈപ്പ് കൂടെ ഇങ്ങനെ പോണ്. പെരിയിലും ഉണ്ടാവും. നല്ല മോഡൽ പൈപ്പ് വെച്ചാൽ എങ്ങനെയാലും കുറച്ച് ലീക്ക് വരുമല്ലോ, അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. അവർക്ക് വെള്ളം കിട്ടാനില്ലാഞ്ഞിട്ട് അവരെ ഒട്ടകങ്ങളെ അറുത്തിട്ട്, ഒട്ടകത്തിൻ്റെ പൂഞ്ഞയിൽ എന്തുണ്ടാവും, കുറേ വെള്ളം എടുത്താക്കാൻ പറ്റും, അത് പീഞ്ഞോല് കുടിച്ചീനീന്ന്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നോമ്പ് തുറക്കണ നേരത്ത് നാരങ്ങളും പച്ചവെള്ളവും ചായയും ജ്യൂസും ഒക്കെ പാടല്ല, നമുക്കിത് മനസ്സിലാവില്ല. ഒട്ടകം ഒലിക്കിഞ്ഞ് പോകാമല്ല ഞാൻ പറയാം, അപ്പോൾ അതും മനസ്സിലാവും. ഒട്ടകം ഇല്ലാത്തടത്ത് ആ ഒട്ടകത്തിനെ അറുത്തിട്ട് ആ ഒട്ടകത്തിൻ്റെ കിർഷ് എന്നാണ് പറയാം, അത് പീഞ്ഞിട്ടാണ് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് കുടിച്ചിനേന്ന്. അത്രയും വെള്ളമില്ലാത്ത കാലം. പോകേണ്ടത് എത്ര ദൂരം? ഈ പറഞ്ഞ 700 ചില്ലാനോ കിലോമീറ്ററാണ് പോകേണ്ടത്. നാലാമത്തെ കാരണം എന്താ, നിങ്ങൾക്ക് പട്ടിണിയായിരുന്നു എന്നാണ്. ഒരു കാരക്ക വെള്ളത്തിലിടും, എന്നിട്ട് ഒരാളത് തീയുമ്പം ആ വെള്ളം കുടിക്കും. അടുത്ത ആൾ ആ കാരയ്ക്ക് തന്നെ വെള്ളത്തിലിടും, കുടിക്കും. നമ്മളെന്താ നോക്കറിയോ, ഏതാ ഇപ്പോൾ കമ്പനി കാരക്ക പറ്റുക? പെട്ടി അടക്കം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചോലും ചുരുങ്ങിയത് 1 കിലോനെങ്കിലും 500എങ്കിലും ഇല്ലാത്തൊരു വരി ഉണ്ടാവില്ല. അവിടെയാണ് പറയുന്നത് ഒരു കാരക്ക വെള്ളത്തിൽ ടീമ്പി കുടിച്ച അത്രയും ദൂരം പോയ ഒരു കാലായിരുന്നു എന്നാണ്. അതിനേക്കാളല്ല പ്രശ്നം എന്താ നിങ്ങൾക്ക്? അഞ്ചാമത്തെ പ്രശ്നം, മദീനത്തന്ന് ഈത്തപ്പഴം വിളവെടുക്കുന്ന സമയമാണ്. അവനാൻ്റെ തോട്ടത്തിൽ വിളവെടുക്കുന്ന സമയത്ത് പോലും പോയാൽ എങ്ങനെ ഉണ്ടാവും? അത്രയും ദൂരം പോകാനുണ്ട്. 2 ദിവസമൊക്കെയാണ് മേ പോയി വരാൻ വിചാരിക്കുക. 50 ദിവസത്തെ യാത്രയാണ് സംഭവിച്ചത്. അപ്പോൾ അത് ഇട്ടെറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പോവണം. ആറാമത്തെ പ്രശ്നം എന്താ നിങ്ങൾക്ക്? ഓൽക്ക് പോകാൻ വണ്ടിയില്ല. ഇനി ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് 18 ആൾക്കാർ. എത്ര ആളെ പോലെ നേരെ ഒട്ടകത്തിന് പുറത്ത് പോവുക? ഒരു 3 ആളുകൾ കൂട്ടിക്കോളി, 4 ആളുകൾ കൂട്ടിക്കോളി. എന്നാലും ബാക്കിയുള്ള പോലെ എന്ത് ചെയ്യണം? നടക്കണം, കയറി ഇറങ്ങി ഇങ്ങനെ പോകണം. ഇത്രയും ദൂരം പോകും വേണം. ആ 18, അപ്പോൾ 30,000 ആൾക്കാർ ഹരിക്കണം 18 കിട്ടും. ഇനി അതിൽ തന്നെ ഉസ്മാൻ റളിയല്ലാഹു കൊടുത്ത ഒട്ടകത്തിൻ്റെ എണ്ണ എത്ര നിങ്ങൾക്ക്? അപ്പോൾ ബാക്കി എത്ര ആൾക്കാരുടെ അടുത്താണ് സ്വന്തമായിട്ട് ഒട്ടകം ഉണ്ടാവുകയെന്ന് കിട്ടും കണക്കറിയെങ്കിൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മെൻ ജഹസ ജയ്സുൽ ഉസ്ര ഫലഹുൽ ജന്ന. ജയ്സുൽ ഉസ്രനെ റെഡിയാക്കിയാൽ ഓൽക്ക് സ്വർഗ്ഗമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു ആദ്യം കുറച്ച് ഒട്ടകങ്ങളെ കൊണ്ടുവന്ന് കൊടുത്തു, പിന്നെയും പറഞ്ഞു, പിന്നെയും കൊണ്ടുവന്നു. അങ്ങനെ 940 ഒട്ടകം കൊണ്ടുവന്ന് കൊടുത്തു. 30,000 ആൾക്കാരാണ് പോകുന്നത്. 18ഓളം ആൾക്കാരാണ് ഒരൊട്ടക പുറത്ത് പോകേണ്ടത്. അതിൽ 940 ഒട്ടകം കൊണ്ടുവന്ന് കൊടുത്താരാ? ഉസ്മാൻ റളിയല്ലാഹു. പോരാഞ്ഞിട്ട് അദ്ദേഹം 60 കുതിരനെയും കൂടിയും കൊണ്ടുവന്ന് കൊടുത്തു. അതും മതിയാകാഞ്ഞിട്ട് അദ്ദേഹം 10,000 ദീനാർ, 10,000 ദീനാർ എന്ന സ്വർണ്ണ നാണയവും കൊടുത്തു. നമ്മളെങ്ങാനും ഒരു 1000 റുപ്യ കൊടുത്താൽ, ഈ റംസാനിൽ ഞാൻ 1500 റുപ്യ കൊടുത്തിട്ടോ 2000 റുപ്യ കൊടുത്തിട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവിക്കാരം നമുക്ക് സ്വതക്കാം. ഉസ്മാൻ റളിയല്ലാഹു കൊടുത്ത് ഒരൊട്ടകത്തിന് എത്ര വില ഉണ്ടാവും? ഒരു കുതിരക്ക് എത്ര വില ഉണ്ടാവും? അത്രയും കൊടുക്കാൻ പറ്റി. ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാൻ എന്നും അബൂബക്കർ റളിയല്ലാഹുവിനെ തോൽപ്പിക്കാൻ നിൽക്കും. ജയ്സുൽ ഉസ്രൻ്റെ സമയത്തും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി കൊണ്ടുവന്നിട്ട് നബിൻ്റെ അടുത്ത് കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറെ ഇനി വീട്ടിലെന്തല്ലേ? ഇല്ല നബി, കുഴപ്പമില്ല, പകുതി ഇനിയുണ്ട് വീട്ടിൽ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കാത്തിക്കാണ്. ആരെ തോൽപ്പിക്കാൻ? അബൂബക്കർ റളിയല്ലാഹുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുക. അബൂബക്കർ റളിയല്ലാഹു വന്നു, കയ്യിലില്ല കൊടുത്തു. 4000 വെള്ളി നാണയം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇൻ്റെതാകുമല്ലോ തോനേന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് ഉമർ റളിയല്ലാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറെ, അബൂബക്കറെ ഇനി വീട്ടിൽ ഇപ്പം എന്താ അല്ലേ? അതേ പറഞ്ഞു, അബ്കൈതു ലഹുമുല്ലാഹ വ റസൂല. നബിയെ ഒന്നിലൊക്കെ കാലിയ. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കുറ്റി വരെ പൊട്ടിച്ചിട്ടാണ് എന്ത് ചെയ്ത്, തൊണ്ട് വരെ പൊട്ടിച്ചിട്ടാണ് പോകുന്നത്, ഒക്കെ കാലിയാണ് എന്ന് പറഞ്ഞു. അള്ളാഹും റസൂലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു ചെന്നിട്ട് പറഞ്ഞു, ഇനി അബൂബക്കറെ നിങ്ങളുടെ മത്സരിച്ചല്ല കേട്ടോ പറഞ്ഞു. കാരണം അത് തോനെ കൊടുത്തതല്ല, പിന്നെ ഫുള്ള് കൊടുത്തു എന്നുള്ളതാണ് എന്ത് അവിടെ നോക്കേണ്ട കാര്യം.
അപ്പം അവരങ്ങനെ കൊടുത്തു. പ്രയാസമാണ്. അബുൽ അഖീൽ എന്ന സഹാബിൻ്റെ അടുത്ത് ഒന്നും കൊടുക്കാല്ല. അദ്ദേഹം കൊടുത്തെന്ന് പറയാം, ഒരു സോ ആണ് കൊടുത്തത്. അപ്പം മുനാഫികൾ കളിയാക്കി, പടച്ചോന് ബന്ധാപ്പ് ഒരു സോ കിട്ടിയിട്ട്. അപ്പം അല്ലാഹു തആല ആയത്തിറക്കാണ്. എന്താ അറിയോ? അല്ലദീന യൽമിസൂനൽ മുതവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാതി വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. അബുൽ അഖീൽ കൊടുത്ത ഒരു സോയനെ കളിയാക്കൊന്നും വേണ്ട. അള്ളാഹുവിനെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്, അള്ളാഹു നിങ്ങളെ പരിഹസിക്കും. വേറെ ചില ആൾക്കാർക്ക് അടുത്ത് അതും കൊടുക്കാല്ല. അപ്പം അവരെന്താ പ്രാർത്ഥിച്ചറിയോ? അല്ലാഹുമ്മ ഇന്നഹു ലൈസ ഇൻദി മാലാ അതസദ്ദഖു ബിഹി അല്ലാഹുമ്മ ഇന്നി അതസദ്ദഖു ബിഇർലി അലാ മൻ നാലഹു മിൻ ഖൽഖിക. പടച്ചോനെ കൊടുക്കാനൊന്നുമില്ല, എൻ്റെ മാനം കൊടുക്കാം. വണ്ടിയിലൊക്കെ വന്നാണ് എന്നെ ചീത്ത പറഞ്ഞോളീന്ന്, എന്നിട്ട് എനിക്കെന്തെങ്കിലും ഞാൻ കൊടുത്തോളാന്ന്. നമ്മളാരെങ്കിലും മാനം കെടുമെങ്കിൽ എന്തിനേലും നിൽക്കും. ആളുകൾ മാനം കെടീനാണ് എന്ത് കൊടുത്തിട്ടും കേസൊക്കെ ഒതുക്കി രക്ഷപ്പെടണം. മാനം കെടരുത് എന്ന് വിചാരിച്ചു ഞാൻ അതെങ്കിലും കൊടുത്തോളാം, എന്നാലും പോരാന്ന്. വേറെ ചില ആൾക്കാരുടെ അടുത്ത് അതുമില്ല, കൊടുക്കല്ല, അതും കൊടുക്കല്ല. അപ്പോൾ അവരെന്താ ചെയ്തറിയോ? അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങളടുത്തൊന്നുമില്ല, നിങ്ങളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ പോരാൻ റെഡിയാണ്. നിങ്ങൾ വണ്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ പോരാൻ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളടുത്ത് വണ്ടിയില്ല നബിയെ. അപ്പം നബി സ്വല്ലല്ലാഹു അവരോട് എന്താ പറഞ്ഞറിയോ? നിങ്ങൾക്ക് വണ്ടി തരാൻ ഞങ്ങൾ എൻ്റെ അടുത്തില്ല, ഇപ്പം തന്നെ പോകണുണ്ടല്ലേ, നിങ്ങൾ പോരാൻ നിങ്ങൾക്ക് വേറെ മാർഗ്ഗമല്ല. അപ്പോൾ ഓല എങ്ങനെയാണ് പോയത് അറിയാം നിങ്ങൾക്ക്? ലൈസ അലൽ ദുഅഫാഇ വഅലൽ മർളാ വഅലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജുൻ ഇദാ നസഉ ലില്ലാഹി വറസൂലിഹി മാ അലൽ മുഹ്സിനീന ഫീ മിൻ സബീൽ വല്ലാഹു ഗഫൂറുർ റഹീം. രോഗികളായ ആൾക്കാർക്ക്, ദുർബലരായ ആൾക്കാർക്ക്, ഒന്നും കൊടുക്കാനില്ലാത്ത ആൾക്കാർക്ക് അവർക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്തുണ്ടായാൽ മതി? അള്ളാഹുവിനോടും റസൂലിനോടും ഒരു നസീഹത്തുണ്ടായാൽ മതി, ഗുണകാംക്ഷ ഉണ്ടായാൽ മതി, നിങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. വഅലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും, നബിയെ നിങ്ങൾ ഞങ്ങളെയും കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ ആളുകൾ, ഖുൽത അല്ലാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒന്നും എൻ്റെ അടുക്കലില്ല. തവല്ലൗ വഅയുനുഹും തഫീലു മിനദ്ദംഇ ഹസനാ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. അവർ പള്ളിയിൽ നിന്ന് പോയത് കരഞ്ഞിട്ടാണ്. അവർ 7-8 അൻസ്വാരികൾ ഉണ്ടായിരുന്നു എന്നാണ്. അവർക്ക് പള്ളിയിൽ നിന്ന് പോയപ്പോൾ കരച്ചിൽ വന്നു. എന്താ? നബിയും കൊണ്ടുപോകില്ലായിരുന്നു, പോകാനായിട്ട് ഓരടുത്ത് പൈസ ഇല്ല. നമ്മളാണെന്താ പറയുക, കഴിച്ചിലായി, എന്നാൽ എല്ലാവർക്കും മനസ്സിലായി ഞാൻ പോകുന്നില്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ആളായും ചെയ്യുന്നൊക്കെ അവർക്ക് സംഘം. അവർ ബുക്കാവൂ എന്നാണ് അറിയപ്പെടുന്നത്, കരച്ചിലുകാർ എന്നാണ് അവരെ പറ്റി അറിയപ്പെടുന്നത്. ഏതായാലും ബാക്കിയുള്ള 30,000 ആൾക്കാരെ കൂടെ പോയി. അപ്പോൾ കുറച്ച് ആൾക്കാരെന്ത് ചെയ്തു? ചൂടാണ് കാരണം മുനാഫികൾ പിന്മാറി. വേറെ കുറച്ച് ആൾക്കാർ എന്തായാലും പോകാം, കുറച്ച് കയ്യട്ടെ എന്ന് വിചാരിച്ചു. ഓലടുത്ത് കുറച്ച് സെറ്റപ്പ് ഉണ്ട്, അതുകൊണ്ട് ഓല വണ്ടിക്ക് കുറച്ച് ഓല ഒട്ടകവും കുതിരയൊക്കെ തിരക്കേടില്ല, ഓല കുറച്ച് കയ്യട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ പറയില്ലേ, നിങ്ങൾ നടക്കിട്ടോ ഞാൻ ബാക്കിൽ വരാമെന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞ ചില ആൾക്കാർ. അതിൽപ്പെട്ട ചില സഹാബത്ത് ഉണ്ടായിരുന്നു. അബുൽ ഹൈസമ അങ്ങനത്തെ ആളായിരുന്നു. അതെങ്ങനെ വരാമെന്ന് വിചാരിച്ചു, നിങ്ങൾ നടക്കിയെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ഞാൻ അദ്ദേഹത്തിന് പോകാൻ തോന്നുന്നില്ല, ഭാര്യമാരുണ്ട്, സ്വത്തുണ്ട്, സൗകര്യം ഒക്കെ ഉണ്ട്, പോകണ്ടേ വിചാരിച്ചു. കുറച്ച് ഞാൻ അതെങ്ങനെ ആലോചിക്കണേ, ഭയങ്കര ചൂട്, ഞാൻ ഇവിടെ സുഖത്തിൽ, നബിയും കൂട്ടരെ ഇടങ്ങേറിൽ അദ്ദേഹം പോയി എന്നാണ്. ആ പോകുന്ന നേരത്ത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പോയ കൂട്ടത്തിലില്ലായിരുന്നു. അദ്ദേഹം ഉണ്ടാകണമെന്ന് നബിക്കൊരാഗ്രഹമുണ്ട്. കാരണം മുനാഫിക്കളെ വേർതിരിക്കപ്പെടുന്ന ഒരു ഘട്ടമാണത്. എന്നിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് 50 ദിവസം അവിടെ എത്തി തിരിച്ചു വന്നിട്ട് യുദ്ധം തന്നെ ഉണ്ടായില്ല. ആകെ ഉണ്ടായത് എന്താ പറയുക, മുനാഫിക്കൾ ആരാണെന്നൊന്നും എന്ത് ചെയ്തു, വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അബൂദർ കൂടെ ഉണ്ടാവണം എന്ന് ആർക്ക് ആഗ്രഹം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം. പക്ഷെ ആ നേരത്തെ അബൂദർ അല്ലാഹു ഇല്ല. മദീനയിൽ വന്നപ്പോൾ അറിയണ വിവരം എന്താ പറയുക, നബിയും കൂട്ടനും തബൂക്ക് പോയി. കാരണം ഉണ്ടല്ലോ, എന്താ കാരണം? ഓല് പോയി, ഇനിയിപ്പോൾ പോകണ്ടല്ലോ എന്നുള്ള കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്ത് പോയി ഒറ്റക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒട്ടകത്തിന് മൈലേജൊന്നുമില്ല, ഒട്ടകം കുഴഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനിയിപ്പോൾ ഈ ഒട്ടകത്തിന് താങ്ങി പിടിച്ചടക്കണേറല്ല എന്താണ്, അതിനൊഴിവാക്കലാണ്. അദ്ദേഹം ഒട്ടകത്തിട്ട് ഒഴിവാക്കി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതായിട്ട് അദ്ദേഹം നടന്നു. അങ്ങനെ അദ്ദേഹം നടന്ന് ചെന്നപ്പോൾ ഒരു ദിവസം രാവിലെ നാസിലും ഫീ തബൂക്ക് എന്നാണ്, അദ്ദേഹം തബൂക്കിൽ ചെന്നിറങ്ങി. അദ്ദേഹം അവിടെ എത്തി.
ആ നേരത്ത് സഹാബത്ത് പറയാണ്, നബിയേ ഹാദാ റജുലുൻ യംശി അല ത്വരീഖ്, ഒരു മനുഷ്യൻ വഴിയിലൂടെ ഒറ്റക്ക് നടന്നു വരുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുന്ന അബൂദർ, അത് അബൂദർ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു, അത് അബൂദർ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഫലമ്മാ തഅമ്മലഉൽ ഖൗമു ഖാലു യാ റസൂലല്ലാഹി വല്ലാഹി അബൂദർ, അബൂദർ ആണെങ്കിൽ ആഗ്രഹിച്ചു. അപ്പോൾ ആൾക്കാർ കുറച്ച് അടുത്ത ദിവസം മനസ്സിലായി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്താണ്, അത് അബൂദറാണ് നബിയേ എന്ന് പറഞ്ഞു. ആ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു അബൂദർ യംശി വഹദ വയമൂതു വഹദ വയുബഅസു വഹദ. തബൂക്കിലേക്ക് 700 ചില്ലാനം കിലോമീറ്റർ ഒറ്റക്ക് വന്ന മനുഷ്യൻ ഒറ്റക്ക് നാളെ മരിക്കും, ഒറ്റക്ക് നാളെ ഖിയാമത്ത് നാളിൽ വരും. അദ്ദേഹം മരിച്ചവിടെ നിങ്ങൾക്ക് റബുദ എന്ന് പറയുന്ന ഒരു കുന്നിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉസ്മാൻ അള്ളാഹുവിൻ്റെ കാലത്താണ് എൻ്റെ ഓർമ്മ. ആ കുന്നിലേക്ക് പോയി, ആരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം മരിക്കാൻ നേരത്ത് ഭാര്യ ഇങ്ങനെ സങ്കടപ്പെട്ടു. ഭാര്യൻ്റെ സങ്കടം എന്താ അറിയോ? ഭാര്യ പറയണ മരിക്കും നിങ്ങൾ, പക്ഷേ വലൈസ ഇന്ദി യസഉക കഫന, നിങ്ങളെ കഫൻ ചെയ്യാനൊരു തുണിയും കൂടി എൻ്റെ അടുത്തില്ല. നമുക്ക് മനസ്സിലാവില്ല പറഞ്ഞാലേ, അലമാരിയിൽ ഒരുപാട് ലോഡ് സാധനമല്ലേ നമുക്ക് മനസ്സിലാവില്ല. നിങ്ങളെ കഫൻ ചെയ്യാനുള്ള തുണിയും കൂടി എൻ്റെ അടുത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരിക്കേനി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒറ്റയ്ക്ക് മരിക്കും. അയാൾ മരിച്ചാൽ അയാളെ കഫൻ ചെയ്യാനും മറവ് ചെയ്യാനൊക്കെ ആര് വരും? മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു സംഘയില വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അബൂദർ ഇങ്ങനെ കൂടി പറഞ്ഞു, അന്നാ പറഞ്ഞില്ലേ എല്ലാവരും മരിച്ചു, ആരും ഒരു കുന്നിലൊന്നല്ല മരിച്ച്, ഒറ്റപ്പെട്ട സ്ഥലത്തല്ല, ഞാനാണ്. ഞാൻ മരിച്ചാൽ എന്ത് ചെയ്താൽ മതി? റോട്ടിൽ പോയി നിന്നാൽ മതി എന്നാണ്. അദ്ദേഹം മരിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഒരു സംഘയിൽ ഇങ്ങനെ പോയി. ആ നേരത്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഈ സംഭവം പറയണേ. ഞങ്ങൾ തബൂക്കിലായപ്പോൾ ഒരു മനുഷ്യങ്ങനെ വന്നപ്പോൾ നബി പറഞ്ഞു അബൂദർ ആണെങ്കിൽ അബൂദർ ഒറ്റയ്ക്ക് വരും, ഒറ്റയ്ക്ക് മരിക്കും എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ പോയ ആൾക്കാരുണ്ട്. എന്നാൽ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആയിട്ടും പോവാൻ പറ്റാതെ പോകാതെ നിന്ന ചില ആൾക്കാരുണ്ട്. അവർ യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാരണം പറഞ്ഞ ഒരു 19ഓളം ആൾക്കാർ, ആയിക്കോട്ടെ സാറില്ല പൊയ്ക്കൊള്ളി എന്നോട് എന്ത് ചെയ്തു? അഫ്വ് ചെയ്തു കൊടുത്തു. അവർക്ക് എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. ആ പോയി വന്നതിൽ ഒരാളാണ് പോകാതെ നബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടന് യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ വന്ന കൂട്ടരിൽപ്പെട്ട ഒരാളാണ് കഅബ് ബിനു മാലിക്. അങ്ങനെ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫഅല കഅബു, കഅബേ നിനക്കെന്തേ പറ്റിയത്? അപ്പോൾ ഓരോരുത്തർ കാരണം പറയണേ, നബി അങ്ങനെ ആയിരുന്നു, ഇവിടെ ആയിരുന്നു, കുഴപ്പമില്ല, എല്ലാവരും ഇങ്ങനെ വിട്ടെടുത്തു. കഅബ് നിനക്കെന്തേ പറ്റിയത്? അപ്പോൾ കഅബ് റളിയല്ലാഹു പറയാണ്, ഫലമ്മാ സല്ലംതു അലൈഹി തബസ്സമ മുഅ്ളിമാ, ഞാൻ അള്ളാഹിൻ്റെ റസൂലിനോട് സലാം പറഞ്ഞു. സലാം അടക്കിയിട്ട് അവിടെ നിന്ന് ഒരല്പം ഗൗരവത്തോടു കൂടി എന്നോട് ചിരിച്ചു. എന്നിട്ട് ഞാൻ നബിൻ്റെ അടുക്കൽ ചെന്നിരുന്നു. ഫജിഇതു അംശി ഹത്താ ജലസ്തു ബൈന യദൈഹി, ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുന്നിൽ തന്നെ ചെന്നിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ എന്നോട് ചോദിച്ചു, മാ ഖല്ലഫക, നീ എന്തേ പോരാതിരുന്നത്? അലം തകുൻ ഖദ് ഇബ്തഅസ ളുഹ്റക ഫഖുൽതു ബലാ ഇന്നി വല്ലാഹി ലൗ ജലസ്തു ഇൻദ ഐറക. നബിയെ, ദുനിയാവിൽ ഞങ്ങളെടുത്തല്ലാത്ത ഒരാളെടുത്താണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ കളവ് പറയും. ഞങ്ങളെടുത്തായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണില്ല, എനിക്ക് കളവ് പറയാൻ ധൈര്യമില്ല, കളവ് പറയാൻ എനിക്കൊരു പേടി, കളവ് പറഞ്ഞാൽ അതെങ്ങാനും അള്ളാഹ് വെളിച്ചത്താക്കിയാലോ. അതുകൊണ്ട് ഞങ്ങളോട് പറയാണ്, സത്യം മാത്രമേ പറയുന്നതുള്ളൂ. എന്താ അദ്ദേഹം പറഞ്ഞോ? ഹദീസ് സിദ്ദിഖിൻ തജിദുഹി അലയ്യ ഫീഹി ഇന്നി ലാ അർജു ഫീഹി അഫ്വല്ലാഹി വലാ വല്ലാഹി മാ കാന ലീ മിൻ ഉദ്ർ വല്ലാഹി മാ കുൻതു ഖത്തു നഖ്വാ വലാ ഐസറ മിന്നി ഹീന തഖല്ലഫ്തു അൻക. എനിക്ക് പോരാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. യാത്രാ മൃഗമെൻ്റെ അടുക്കലുണ്ട്, യാത്രാ വിഭവങ്ങളുണ്ട്. പക്ഷേ ഞാൻ പോരാതിരുന്നു. മാ കാന ലീ മിൻ ഉദ്ർ, എനിക്കൊരു കാരണവുമില്ല. മടിച്ചിട്ട് പോരാന്ന, മടിയോണ്ട് പോരാന്ന. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞതിൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ പൊയ്ക്കോളി, എങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞല്ലോ, പൊയ്ക്കോളി. ഫഖും ഹത്താ യഖ്ലി അല്ലാഹു ഫീക, ഇനി ആര് തീരുമാനം പറയട്ടെ? അള്ളാഹ് തീരുമാനം പറയട്ടെ. നിങ്ങൾ കളവൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അല്ലാഹു തആല നിങ്ങളെ വിഷയത്തിൽ തീരുമാനം പറയട്ടെ. സത്യം പറഞ്ഞു കേട്ടത്
അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇവിടെ 19ഓളം ആൾക്കാർ ബടായി അടിച്ച് രക്ഷ, എന്താ കഅബജി ചെയ്ത്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നബിൻ്റെ മുന്ന് കഴിച്ചിലായിക്കൂടെ? ഇപ്പം എന്തിപ്പോൾ എൻ്റെ ഒരു നല്ലൊട്ടിയാവൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണും അല്ലേ മുനാഫിക്കാൾ? ഇങ്ങനെ പറഞ്ഞു. അപ്പം കഅബ റളിയല്ലാഹു ഒന്നും പറഞ്ഞില്ല. കഅബ റളിയല്ലാഹു എന്താ ചിന്തിച്ചറിയോ? ഇന്ന പോലെ സത്യം പറഞ്ഞ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി, ഇന്ന പോലെ സത്യം പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ 2 ആളും കൂടി ഉണ്ട്. അവരാരറിയോ? മുറാറത്ത് ബിൻ റബീഉം ഇലാൽ ബിൻ ഉമയ്യ. മുറാറത്ത് ബിൻ റബീഉം ഇലാൽ ബിൻ ഉമയ്യയും ബദരീങ്ങളിൽപ്പെട്ട ആളുകളാണ്, ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. കഅബ് ബിൻ മാലിക് ബദറിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ അദ്ദേഹം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആളുകളിൽപ്പെട്ട ആളാണ്. ഈ നല്ലവരായ 2 സഹാബത്തും കൂടെ ഉണ്ട്. ഇപ്പം 3 ആളുണ്ട്, ആകെ 3 ആളുണ്ട്. ഞോലെ പറ്റി 3 ആളെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ കേൾക്കണം നിങ്ങൾക്ക്. വഅല സലാസത്തില്ലദീന ഖല്ലഫു. ആ 3 പേർ ഏത് 3 ആറ്? മുറാറത്ത് ബിൻ റബീഅ, ഹിലാൽ ബിൻ ഉമയ്യ, കഅബ് ബിൻ മാലിക്. അവരുടെ വിജയത്തിൽ ഖല്ലഫു ഹത്താ ഇദാ ലോഖത അലൈഹിമുൽ അർളു. ഭൂമി അവർക്ക് കുടുസായി തോന്നി. വലോഖത അലൈഹിം അൻഫുസഹും. അവർക്ക് തന്നെ ജീവിതം പ്രയാസകരമായി. വലന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി. അല്ലാഹു അല്ലാതൊരു അഭയവുമില്ല എന്നവർക്ക് തോന്നുന്ന ഘട്ടവും വന്നു. ഈ 3 ആൾക്കാർ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു? കളവും പറഞ്ഞ് രക്ഷപ്പെട്ട് ഇങ്ങനെ പോയി. അവരുടെ എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തറിയോ? ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളിട്ടോ. വനഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുസ്ലിമീന അൻ കിലാമിന അയ്യുഹുമ സലാസ. ഇനി 3 ആളും മുണ്ടാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആരോട്? ഈ 3 ആൾക്കാരോട് നിങ്ങളാരും എന്ത് ചെയ്യരുത്? സഹാബത്താരും മിണ്ടരുത് എന്ന് പറഞ്ഞു. എന്തേ കാരണം? മിൻ ബൈനി മൻ തഖല്ലഫ അൻഹു. ആൾക്കാരൊക്കെ അവരിൽ നിന്ന് വിട്ടുന്നു. സലാം പറഞ്ഞത് മടക്കാം, അത്രമാത്രം, അതിൻ്റെ അപ്പുറമല്ല. അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഏകദേശം 50ഓളം ദിവസമാണ് ഈ ബഹിഷ്കരണം ഉണ്ടായത്. 50ഓളം ദിവസം. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു പറയാ, ഞാൻ നബിൻ്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കും, എപ്പോഴൊന്നും വരൂല. മറ്റുള്ള 2 ആളും വരുന്നതന്നെയല്ല. ഞാൻ ചെറുപ്പക്കാരനായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പള്ളിയിൽ വരും, അങ്ങാടി കൂടെയൊക്കെ ഇങ്ങനെ പോകും. പക്ഷെ അങ്ങാടി കൂടെ പോയിട്ട് ആരെങ്കിലും ഉണ്ടേ? പള്ളിയിൽ പോയിട്ട് എന്താ അസ്സലാമു അലൈക്കും അസ്സലാം കഴിഞ്ഞ് പള്ളിയിൽ പോയാ ഞാൻ നിസ്കരിക്കാൻ തെക്കുവീരുടെ നബിനെ അങ്ങനെ നോക്കും. ഞാനെങ്ങാനും സലാം കിട്ടിയോ ഇങ്ങോട്ട് നോക്കും. മുണ്ടണല്ല. 1 ദിവസം 2 ദിവസം അല്ല, ഏകദേശം 50 ദിവസത്തോളം. എന്തേ കാരണം? സത്യം പറഞ്ഞതാ. നോണ പറഞ്ഞാലോ ഓലെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഓലെ പറ്റിഞ്ഞ് അല്ല ആക്ഷേപം പറയുന്നുണ്ട് കേട്ടോ. ഇവർക്കല്ല പുറത്തു കൊടുക്കും ചെയ്തു. ഇവര് മുണ്ടണില്ല. നബി അങ്ങനെ തന്നെ സലാം പറഞ്ഞാൽ ഉറക്കമടക്കൂല. അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ കാണാൻ പോയി, ചെന്നു, സലാം പറഞ്ഞിട്ട് മടക്കണില്ല, മുണ്ടണില്ല, പെരീ കയറ്റണില്ല. ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ. ആരും മുണ്ട. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ നാട്ടിൽ പീഡിച്ചെന്നൊരു കാക്ക അവരില്ല പഞ്ചാരി പറഞ്ഞാൽ പഞ്ചാരിയും തരൂല. പിന്നെ എന്താ വർത്തനം? ആരും മൈൻഡ് ചെയ്യൂലെങ്കിൽ എന്തേക്കാര അവസ്ഥ? 2 ദിവസമൊക്കെ പിടിച്ച് നോക്കൂലേ, പിന്നെ അവൻ എൻ്റെ പെരിയിലോട്ട് കുത്തിറക്കും. കഅബ് ബിൻ മാലിക്കിന് അനുഭവം ഉണ്ടായി, മുറാറക്കും ഉമയ്യക്കും ഉണ്ടായി. ആ നേരത്താണ് അടുത്ത പരീക്ഷണം വരുന്നത്. ഗസ്സാനിലെ രാജാവിൻ്റെ ഒരു എഴുത്ത്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങാടിയിൽ നിന്ന് ഒരാൾ ചോദിക്കുക, ആരാ കഅബ് ബിൻ മാലിക് ആരവിടെ? അപ്പോൾ അയാളാണ് ആൾക്കാരാട്ടി കൊടുത്തത്. അപ്പോൾ ചെന്ന് നോക്കി, ആദ്യമായിട്ടാണ് ഇപ്പം എന്ത് ചെയ്തത്, പേരൊന്ന് വിളിച്ചാണ് അങ്ങാടിയിൽ നിന്ന് ഒരാൾ. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിലോ ഇത് ഹൊസാനിലെ ശത്രു രാജാവിൻ്റെ കത്താണ്. ഒരു കത്തെടുത്തു അയാൾ. കത്തില്ലെന്നറിയോ? അമ്മാ ബഅദു ഫഇന്നഹു ഖദ് ബലഅനി അന്ന സാഹിബക ഖദ് ജഫാക വലൻ യജഅലക അല്ലാഹു ബിദാരി ഹവാനിൻ വലാ മുഅളിയ ഫൽഹഖു ബിനാ നുവാസിക്. കത്തിനെ ചുരുക്കം എന്താ അറിയോ? എൻ്റെ ചങ്ങായി എന്നോട് മുണ്ടണ്ട ഇറങ്ങണില്ലേ നബിയെ, മൈൻഡ് ചെയ്യേണ്ട ഇറങ്ങണില്ലേ, ആരും മുണ്ടണില്ലല്ലേ, പോരിങ്ങട്ട്, ഇവിടെ മെമ്പർഷിപ്പ് തരാൻ, ഇവിടെ കൂടാൻ എനിക്ക്, അവിടുന്ന് പോന്നളാ, അവിടുന്ന് പേര് വെട്ടിക്കളാൻ, ഇങ്ങോട്ട് പോന്നളാൻ, ഇവിടെ ആരും ഉണ്ട്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? പോകും അല്ലേ? അതെന്താ ചെയ്തറിയോ? ആ കത്തിൻ്റെ കീറിയിട്ട് ഇട്ടു. കാരണം എന്താ, ഞാൻ കത്ത് കീശിയിട്ടാൽ ചിലപ്പം തോന്നും കുറച്ച് കഴിയുമ്പോൾ പോകാൻ തോന്നിയാലോ, പോകാൻ പറഞ്ഞവനോട് അവനാട്ടി വിട്ടു. പോയില്ല. വീണ്ടും പരീക്ഷണം ഇങ്ങനെ കടുക്കുകയാണ്. 40 ദിവസം കഴിഞ്ഞു. 40ാമത്തെ ദിവസം ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു, ഇദാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞയച്ചിരിക്കുന്നു. അയാൾ എൻ്റെ അടുക്കലേക്ക് വരികയാണ്. കഅബ് ഇബ്നു മാലിക്കിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅമുറുക അൻ തഅതസില ഇംറഅതക. നിങ്ങളെ ഭാര്യയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുവരെ നാട്ടാരം ഉണ്ടാത്തിന്. ഇനി എന്ത് പറഞ്ഞു? പെരീന്ന് എന്ത് ചെയ്യണം? പെണ്ണുങ്ങളോടും കൂടി പോകാൻ പറയണം എന്ന് പറഞ്ഞു. കഅബ് ഇബ്നു മാലിക് തിരിച്ചു ചോദിച്ചത് എന്തറിയോ? ഉതല്ലിഖഹാ, അല്ലാഹുവിൻ്റെ റസൂൽ അവളെ ത്വലാഖ് ചൊല്ലാനാണോ പറഞ്ഞത്? ആ വന്ന സഹാബി പറഞ്ഞു, അമ്മാദാ അഫ്അൽ ഖാല ബൽ ഇഅ്തസിൽഹാ വലാ തഖറബഹാ. ത്വലാഖ് ചൊല്ലാനൊന്നുമല്ല പറഞ്ഞത്, മാറി നിൽക്കാനാണ് പറഞ്ഞത്. ഇതുവരെ പെരയിൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഒന്നുമില്ലെങ്കിൽ ആ നേരത്ത് ഞാൻ ഫഖുൽതു ലി ഇംറഅതി, ഞാൻ എൻ്റെ പെണ്ണിനോട് പോയി പറഞ്ഞു, ഇൽഹിക്കി ബി അഹ്ലിക്കി ഫതകൂനി ഇൻദഹും ഹത്താ യഖ്ലി അല്ലാഹു ഫി ഹാദൽ അംർ. പെണ്ണേ, നീ നിന്റെ പെരയിലേക്ക് പോയിക്കോ, അള്ളാഹു ഒരു തീരുമാനം ഇറക്കുന്നത് വരെ നീ ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം അറിഞ്ഞാൽ ഞാൻ എന്നെ വന്ന് വിളിക്കും. ഒറ്റപ്പടിൽ നിന്റെ ദിനരാത്രങ്ങളാണ്. ഹസ്സാനിലെ രാജാവിൻ്റെ കത്ത് കീറി വലിച്ചെറിഞ്ഞവനാണ്. അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുന്നൊക്കെയുണ്ട്. ആ വന്ന ആളില്ലേ, കഅബ് ഇബ്നു മാലിക്കിൻ്റെ അടുത്തേക്ക് മാത്രമൊന്നല്ല പോയത്. മറ്റു രണ്ടാളില്ലേ, ഹിലാൽ ബിൻ ഉമയ്യും മുറാറത്ത് ബിൻ റബീഉം, ഓലടുത്തും ചെന്നു. ഓലോട് ഇതേ വിവരം പറഞ്ഞിട്ടുണ്ട്. ഫജാഅത് ഇംറഅതു ഹിലാൽ ബിൻ ഉമയ്യ, ബദരീങ്ങളിൽപ്പെട്ട ഹിലാൽ ബിൻ ഉമയ്യന്റെ ഭാര്യ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഹിലാൽ ബിൻ ഉമയ്യ ശൈഖുൻ ളാഇഉൻ ലൈസ ലഹു ഖാദിം. അല്ലാഹുവിന്റെ റസൂലേ, ഹിലാൽ ഇബ്നു വയസ്സനായിട്ടുണ്ട്, ഒറ്റക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫഅൽ തഖറഹു അൻ നഖ്ദുമഹു, അയാൾക്ക് സേവനം ചെയ്യാൻ ഞാൻ നിൽക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. നഅം, അതേ, പക്ഷേ നീ അവിടേക്ക്, നീ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വലാ യഖ്റബുക്കി, അടുക്കാൻ പാടില്ല. ഭർത്താവ് എന്ന നിലയിൽ ചെല്ലാൻ പറ്റൂല. പെരയിൽ വേലക്കാരി ആയ പോലെ എന്ത് ചെയ്തോ? വെച്ചുണ്ടാക്കിയൊക്കെ കൊടുത്തോ? പറ്റൂല ടോർന്നു. 50 ദിവസമായത്. കഅബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യണത് അദ്ദേഹം പറയുന്നത് വലിയൊരു ഹദീസിനെ ചുരുക്കാണ് ഞാൻ പറയണേ. അങ്ങനെ 50 ദിവസം പിന്നിട്ടു. ഒരു സുബഹിന്റെ നേരത്തെ അലാ ജബലി സൽഇൻ ബിഅലാ സൗതിഹി, ആ ജബലി സൽഇൽ വെച്ച് വലിയൊരു ശബ്ദത്തിൽ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്, യാ കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു മാലിക് എന്ന് ഉറക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ശിർ, സന്തോഷിച്ചോളൂ. പേടിച്ചണ്ട കേട്ടോ, സമാധാനമായി എന്നാണ്. 50 ദിവസം കഴിഞ്ഞ് സുബഹിക്ക് ജബലു സൽഇൽ നിന്ന് ഒരാൾ വിളിച്ചു, ഫഖറർതു സാജിദാ, സന്തോഷിക്കാനുള്ള വിവരം പറഞ്ഞപ്പോൾ ഞാനങ്ങ് സുജൂദിലേക്ക് വീണു, അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. ആ വിളിച്ചു പറഞ്ഞയാൾ സന്തോഷവുമായിട്ടാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ എത്തിയിട്ടൊന്നുമില്ല, അയാൾ ദൂരത്ത് തന്നെ പറയാനാ, കഅബേ സന്തോഷിച്ചോ എന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു? എന്തേന്നല്ല ചോദിച്ചേ, ഞാൻ ആദ്യം എന്ത് ചെയ്തു? സുജൂദിലേക്കാണ് വീണത്. അങ്ങനെ ആ മനുഷ്യൻ വന്നു, എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പള്ളിയിലേക്ക് പോയി. ആ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ഫഖാമ ഇലയ്യ തുൽഹത്ത് ബിൻ ഉബൈദില്ലാ, തുൽഹത്ത് ബിൻ ഉബൈദില്ല എൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് ഹത്താ സോഫഹനി, എന്നെ കെട്ടിപ്പിടിച്ചു. തുൽഹത്ത് ബിൻ ഉബൈദില്ല, 50 ദിവസമായ ഒരാളും എന്നോട് സലാം പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട്. ഞാൻ സലാം പറഞ്ഞാൽ തന്നെ മെല്ലെയാണ് മടക്കിയത്. എന്നോടാരും മിണ്ടിയിട്ടില്ല. റസൂലുള്ള പോലും എൻ്റെ അടുക്കലേക്കൊന്നും മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല. എൻ്റെ അടുക്കലേക്ക് ഓടി വന്നു തുൽഹത്ത് ബിൻ ഉബൈദില്ല, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ ആലിംഗനം ചെയ്തു. വല്ലാഹി മാ കാമ ഇലയ്യ റജുലുൻ മിനൽ മുഹാജിരീന ഗൈറഹു, മുഹാജിറുകളിൽ നിന്ന് ആദ്യമായി വന്ന മനുഷ്യൻ അദ്ദേഹമാണ്. വലാ അൻസാലി തുൽഹ, അതുകൊണ്ട് ഞാൻ തുൽഹയെ ഇനി മറക്കൂല. നമ്മൾ പറയില്ലേ മരിച്ചാലും മറക്കൂലെന്ന്. ആദ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് മണ്ടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചത് തുൽഹത്ത് ബിൻ ഉബൈദില്ലയാണ്. അതുകൊണ്ട് തുൽഹത്ത് ബിൻ ഉബൈദില്ലനെ ഞാൻ മറക്കൂല എന്ന് പറഞ്ഞു. നബിയും പറഞ്ഞു, അള്ളാഹു നിങ്ങളെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. ഇനിയാണ് സൂറത്ത് തൗബയിലെ 117 118 ആയത്തിറങ്ങണത്. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരി അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റാ. ആ പ്രയാസത്തിന്റെ സൈന്യത്തിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയ ആളുകൾ, മുഹാജിറുകളും അൻസാറുകളും, ആ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു.
وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. ആ മൂന്നാളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അവരല്ലാഹ് വിശിഷ്ടരായി തിരഞ്ഞെടുത്തു. എന്നാലേ ആ കളവ് പറഞ്ഞ ആൾക്കാരില്ലേ, ഓലൊന്നും മുനാഫിക്കുകളായിട്ട് അറിയപ്പെടുകയാണ്. അവർ വിചാരിച്ചു രക്ഷപ്പെട്ടു. ഈ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യണേ. ഈ ചരിത്രത്തിൽ നമുക്ക് ചില ഗുണപാഠം, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഗുണപാഠങ്ങൾ കൂടി ചേർത്ത് പറയാം. ഒന്ന്, നന്മക്ക് അവസരം ലഭിച്ചാൽ പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കരുത്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. തബൂക്ക് പോകുമ്പോൾ കഅബ് ബിൻ മാലിക് അവിടെ ഉണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ വരാം, എൻ്റെ വണ്ടിക്ക് തിരക്കേടൊന്നുമില്ല. കുറച്ച് അത്യാവശ്യം പൈസ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കഅബ് ബിൻ മാലിക് എന്ത് ചെയ്തു? കുറച്ചയച്ചട്ടെ, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ഏതൊരു നന്മക്ക് അവസരം കിട്ടിയാലും എന്ത് ചെയ്യണം? ആ നന്മ അപ്പം ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകും. ആ നേരത്തെ ഉഖാശ റളിയല്ലാഹു ചോദിച്ചു, നബിയെ ഞാനതിലുണ്ടോ? അങ്ങുണ്ട്. അപ്പം അടുത്ത നബി ഞാൻ കഴിഞ്ഞ ഉഖാശ കൊണ്ടുപോയിരുന്നു. അതാണ് അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? അപ്പം കയറണം. പിന്നെന്ത് ചെയ്യരുത്? വെയിറ്റ് ചെയ്യരുത് എന്നാണ് ഇതിൽ നിന്ന് കിട്ടണം. പിന്നെ ആകാമെന്ന് വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് ഇടങ്ങേറൊക്കെ ഉണ്ടാവും, പിന്നെ ഇടങ്ങേറുണ്ടാവില്ല. മറ്റുള്ള കഴിച്ചില്ലേ, പക്ഷെ ഓലെപ്പോഴും ഖുർആനിൽ ഓതുകയാണ് മുനാഫികളായിട്ട്. ഓൾക്ക് ഇപ്പോഴും ഇടങ്ങേറാണ്. പക്ഷെ ഇവർക്ക് ആകെ 50 പൈസയാണ് ഇടങ്ങേറാണ്ട്. ഇപ്പോൾ ഓലെ പറ്റിയാണ് ഖുർആനിൽ നമ്മൾ ഓതുന്നത്. നമ്മൾ പറയും നെല്ലിക്ക ആദ്യം തിന്നുമ്പോൾ കഴിച്ചും പിന്നെ മധുരിക്കും. മൂന്നാമത്തെ പാഠം എന്താ നിങ്ങൾക്ക്? നമ്മളെക്കാൾ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സമാധാനമാണ്. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. കഅബ് ബിൻ മാലിക് എന്താ ആലോചിച്ചേ? എന്നെക്കാൾ ഇടങ്ങേറുള്ള ആൾക്കാർ. അപ്പം എല്ലാ ആൾക്കാരാരാ? വയസ്സായ 2 ആൾക്കാർ. ഒരു സമാധാനം, ഞാൻ ചെറുപ്പക്കാരനാണല്ലോ എന്ന ഒരു സമാധാനം കിട്ടി. അള്ളാഹിൻ്റെ തൃപ്തിയാണ് ആഗ്രഹിക്കേണ്ടത്, പടപ്പള തൃപ്തി ആഗ്രഹിക്കരുത് എന്നും കൂടി ഇതിൽ നിന്ന് കിട്ടും. തെറ്റിക്ക് പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഘടകമുണ്ടോ അപ്പം എടുത്ത് വലിച്ചെറിയണം. ഗസാനിലെ രാജാവിൻ്റെ കത്ത് കിട്ടിയപ്പോൾ എന്താ ചെയ്ത്? അപ്പട് കീറിയിട്ടു. എന്നാൽ പിന്നെ ഞാൻ അവിടേക്ക് പോകില്ലല്ലോ എന്നത് ചെയ്തു. പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇനി പെണ്ണുങ്ങളോടും കൂടി ഉണ്ടാൻ പറ്റൂല അറിയണത്, കടുക്കും. പക്ഷേ എങ്കിലും ഇന്ന മഅൽ ഉസ്രി യുസ്റ, എളുപ്പം ഉണ്ടാകുന്നില്ലാണ്. ഒരു സന്തോഷം ഉണ്ടായാൽ ആദ്യം ആ സന്തോഷം തരുന്ന റബ്ബിനോട് നന്ദി കാണിക്കാം. ജൽ ഉസബലിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആളോട് സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഇവിടെ സുജൂദിൽ കടന്നു. അയാൾക്ക് ഡ്രസ്സ് ഊരിക്കൊടുത്തു എന്നാണ്. സന്തോഷത്തിന് സമ്മാനം എന്ന നിലക്ക് ഡ്രസ്സ് ഊരിക്കൊടുത്തു. അപ്പോൾ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കാൻ പറ്റണം. ഇങ്ങനെയൊക്കെയാണ് തബൂക്ക് എന്നുണ്ടെങ്കിലും യുദ്ധം ഉണ്ടാവാതെ തിരിച്ചു പോകുന്നതാണ്. അന്ന് രാത്രി അല്ലെങ്കിൽ തബൂക്കിൻ്റെ 50 ദിനരാത്രങ്ങളിൽ ഒരു ദിവസം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ഞാൻ രാത്രി എണീറ്റ് നോക്കി. 20 ദിവസം തബൂക്കിൽ നിന്നിട്ടുണ്ട് യാത്രയല്ലാതെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്, അപ്പുറത്ത് കുറച്ച് ദൂരെയായിട്ടൊരു ലൈറ്റ് കാണുന്നുണ്ട്. ആ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങനെ ചെന്ന് നോക്കി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ സഹാബത്തിലെ അത്ര ശക്തിയില്ലാത്ത ആളാണ്, ദുർബലനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു അറാക്കിൻ്റെ മരത്തിൽ കയറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് കണ്ടപ്പോൾ സഹാബത്ത് ചിരിച്ചു. അപ്പോൾ ഒരു കാലിങ്ങനെ മെലിഞ്ഞിട്ടാണ്, കാലിൻ്റെ അടിയിലിങ്ങനെ മെലിഞ്ഞിട്ടും ബാക്കി. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, എന്തിപ്പോൾ നിങ്ങൾ ചിരിച്ച്? അപ്പോൾ പറഞ്ഞു, ചിരിച്ചതൊന്നുമില്ല, ഇബ്നു മസ്ഊദിൻ്റെ കാല് കണ്ടിട്ട് ചിരിച്ചാണ് നബിയെ എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് മീസാനിൽ ഉഹുദ് മലയേക്കാൾ കനം ഉണ്ടാകൂട്ട അതിന്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് പറയണത്? ഞാൻ ലൈറ്റ് കണ്ടു, ഞാൻ മെല്ലെ പോയി നോക്കി. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങല്ലേ, ഓലൊന്നും ഉണർത്തണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ ഇങ്ങനെ പോയി. ഞാനവിടെ ചെന്നപ്പോൾ കാണാൻ എന്താ അറിയോ? 2 ആൾക്കാർ ഖബർ കുത്തുക നട്ടപ്പാതിര നേരത്ത്. ഒരാൾ ജനാസൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണമുണ്ട്. ജീവല്ല 3 ആളും ഒരു മയ്യത്തുമാണുള്ളത്. എങ്ങനെ ചെന്ന് നോക്കി, ശത്രുക്കളാണോ എന്ന് അറിയാണ്ട് മെല്ലെ ചെന്ന് നോക്കണം, ആരെയും വിളിച്ചാതെ മെല്ലെ ചെന്ന് നോക്കുമ്പോൾ ഖബർ കുത്തുന്ന ആൾക്കാരറിയോ? അബൂബക്കറും ഉമറുമാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ.
ആ ജനാസൻ്റെ അടുത്തിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെ ഇബ്നു മസ്ഊദ് കാണുന്നു, ഇബ്നു മസ്ഊദ് അവരെ കാണില്ല. ഖബറൊക്കെ റെഡിയായി. തബൂക്കിൻ്റെ രാത്രി നടന്നൊരു സംഭവമാണത്. എന്നിട്ട് ഖബറിലേക്ക് ആ മനുഷ്യനെ വെക്കാൻ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അംസൈതു അൻഹു റാളിൻ ഫർള അൻഹു. പടച്ചോനെ, ഈ മയ്യത്തിന് ഇന്ന് വൈകുന്നേരം വരെ എനിക്കിഷ്ടമാണ്, നീയും ഈ മയ്യത്തിനെ ഇഷ്ടപ്പെടണേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, ഫല്ലാഹി മതമന്നൈതു ഇല്ലാ അകൂന സ്വഹിബൽ ഹഫ്റാലി അനാല ദുആഹി. ഞാൻ മരിച്ചെങ്കിൽ ഞാനാണ് മയ്യത്ത് എന്ന് ഞാൻ വിചാരിച്ചു. ആണെങ്കിൽ എന്താ കിട്ടുക? നബി എന്നെ തൃപ്തിപ്പെട്ടിട്ട് എനിക്ക് മരിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മരിച്ചെങ്കിൽ എന്നാണ്, ഞാനാണ് ആ ഖബറാളി എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ്. ആരാണറിയാം സ്വഹിബുൽ ഹഫ്ര? ഖബറാളി അബ്ദുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബിയാണ്. ഹിജറ പോകാൻ അദ്ദേഹം ഒരുങ്ങി. ഹിജറ പോകുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ അദ്ദേഹത്തെ പിടിച്ച് തടവിലിട്ടു. ഇന്നത്തെ മതിരിയൊന്നും അല്ലേ, ഒരു ചവിട്ടൗട്ടിയെ പൊളിയുന്നതായിരിക്കും തടവറ. അപ്പോൾ അവരെന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഡ്രസ്സൊക്കെ അയച്ചിട്ടാണ് ഇട്ടത്. ഇന്ന് പിന്നെ പോകില്ലല്ലോ ഡ്രസ്സില്ലാതെ. സങ്കടം തോന്നിയ ഒരാൾ, ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഒരു പുതപ്പെടുത്ത് അബ്ദുള്ളക്ക് കൊടുത്തു. പുതച്ചോ എന്നുള്ള നിലക്ക് അബ്ദുള്ള ആ പുതപ്പ് രണ്ടായി കീറി, ഒന്ന് ഉടുത്തു, ഒന്ന് പുതച്ചു, പുറത്തിട്ടു. എന്നിട്ട് അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു, നടന്നുപോയി. ആ മനുഷ്യൻ തബൂക്കിലേക്ക് പോയിട്ടുണ്ട്. തബൂക്കിൻ്റെ രാത്രിയിൽ 30,000 സഹാബത്തിനിടയിൽ അയാൾ മരണപ്പെട്ടിരിക്കുന്നു. അയാളുടെ ഖബറൊരുക്കാൻ ഭാഗ്യം കിട്ടിയത് വിശിഷ്ടരായ ഈ ഉമ്മത്തിലെ 2 വ്യക്തികൾക്കാണ്. അദ്ദേഹത്തെ ഖബറിലേക്ക് വെച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പം അവരൊക്കെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടു എന്നാണ്. അവരൊക്കെ ത്യാഗികളായിരുന്നു എന്നാണ്. അവരൊക്കെ സത്യസന്ധരായിരുന്നു എന്നതാണ്. അവരൊക്കെ പോയ സ്വർഗത്തേക്ക് പോകാനാണ് ആരാഗ്രഹിക്കണേ? നമ്മൾ ആഗ്രഹിക്കണേ. നമ്മൾ പ്രാർത്ഥിച്ചതും അതിന് തന്നെയാണ്. പക്ഷെ അവർ ചെയ്തതിൻ്റെ എത്ര ഭാഗം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ റമദാനെങ്കിലും പരമാവധി നന്മകളിൽ മുന്നേറാൻ, നന്മകളിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുക എന്നത് വലിയ ഭാഗ്യമായി നമ്മൾ കാണണം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ പരിശുദ്ധ സ്വർഗം അവൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിലും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.